ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പണായിട്ട് ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഒരു 56,900 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തേക്കുന്നത്. ഓരോ 60 ക്വാണ്ടിറ്റി. ഞാൻ ഇന്നലെ ട്രേഡ് എടുത്തിരുന്നു, വീഡിയോയും റെക്കോർഡ് ചെയ്ത്, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. വേണമെങ്കിൽ ഞാനതൊന്ന് അത് കാണണം എന്നുണ്ടെങ്കിൽ ലോസ് ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്ത്. കാണണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരു 10-20 ലൈക്സൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയും കൂടെ ഒന്ന് ലൈക്ക് ആ ഒരു വീഡിയോയും കൂടെ കാണാനാണെന്നുള്ള രീതിയിൽ ഞാൻ വൈകിട്ടത്തേക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിടാം. ഏതായാലും ഇന്നിപ്പം ഈ ഒരു ട്രേഡിൽ നമുക്കിപ്പോൾ ഒരു 700 അടുപ്പിച്ചിപ്പോൾ ലോസ് റൺ ചെയ്യുന്നുണ്ട്. ട്രേഡ് എടുത്തേ ഉള്ളൂ. ട്രേഡ് എടുത്തപ്പോൾ തന്നെ നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ട് മാർക്കറ്റ് കുറച്ച് മൂവ് ചെയ്യുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ല. ജസ്റ്റ് നമ്മളുടെ ഒരു പ്രോപ്പർ സെറ്റപ്പിലാണ്. ഇന്നലെയും നല്ലൊരു പ്രോപ്പർ സെറ്റപ്പിലാണ് ട്രേഡ് എടുത്തത്. പക്ഷേ നമുക്ക് എഗ്നിസ്റ്റ് നമ്മൾ എടുത്ത ഉടനെ ഇതേപോലെ തന്നെ സെയിം നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യായിരുന്നു. പക്ഷേ നമ്മളുടെ പ്രോപ്പർലി നമ്മളുടെ ഒരു സെറ്റപ്പിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രോപ്പർ നല്ലൊരു റിജക്ഷൻ ആയല്ലോ, നമുക്ക് എഗ്നിസ്റ്റ് ആയിട്ട് ഫൈൻ. നമ്മളുടെ പ്രോപ്പർ സെറ്റപ്പിൽ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് കൊടുത്തു, ഒരു ചെറിയൊരു ലോസ് കൊടുത്ത് ഇന്നലെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിൽക്കും. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ആയിരിക്കും. 20 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ആയിരിക്കും നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു ട്രേഡിൽ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഒരു ജസ്റ്റ് 1000+ ഒരു ലോസ് കാണിച്ചു തുടങ്ങിയായിരുന്നു. ഒരു റിജക്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഏതായാലും അധികം റിസ്ക് എടുക്കേണ്ട. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 56,900 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത് 160 ക്വാണ്ടിറ്റി 1238. പ്രീമിയം ഒക്കെ ഹൈ പ്രീമിയമാണിപ്പോൾ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് പൈസയും കൂടെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ക്വാണ്ടിറ്റി കൂട്ടാൻ നിൽക്കരുത്. കാരണം ഇത്രയും പ്രീമിയത്തിൽ ഹൈപ്പ് ഉള്ളപ്പോഴേ ജസ്റ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം, എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം ട്രേഡ് എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ 1214 ട്രിഗർ വന്നിട്ട് 15 വെച്ചിട്ട് ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. അതൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് ഒരു 1000+ അടുപ്പിച്ചൊരു ലോസ് കാണിക്കാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ അവിടുന്ന് തന്നെ ഒരു റിജക്ഷൻ കാണിച്ച് ഏകദേശം നമ്മളുടെ കോസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു ഏരിയയിലോട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. ഏതായാലും മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഏതായാലും പ്ലേസ് ചെയ്യാം. ജസ്റ്റ് നമ്മളുടെ എൻട്രി പോയിൻറ്റ് അവിടെ നിന്ന് തന്നെ ഒരു റിജക്ഷൻ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറിയൊരു പോയിന്റിൽ നിന്ന് മാത്രമാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിൽ രക്ഷപ്പെട്ടത്. ഓക്കെ, എനിവേയ്സ് ഫൈൻ. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. ഡിസിപ്ലിനോടെ വെയിറ്റ് ചെയ്തിട്ട് എത്രത്തോളം മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 600-700 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 60 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബൈ ചെയ്ത് 56,900 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത്. ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയ 1238.85 ആണ്. ഇപ്പോൾ ഒരു 1245 മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. 300-200 പോയിൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് വീണ്ടും അതവിടുന്ന് വീണ്ടും ഒരു റിജക്ഷൻ ക്യാൻഡിലാവുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ബിഗിനേഴ്സായിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഹൈ വോളറ്റൈൽ മാർക്കറ്റാണ്. അപ്പം ഇന്നലെ ഞാൻ ആദ്യത്തെ ട്രേഡ് അടിച്ചപ്പോൾ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ സിസ്റ്റം ക്ലോസ് ചെയ്തു. വേറൊന്നുമല്ല, പിന്നെയും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് ട്രേഡിൽ എൻട്രി എടുക്കാൻ തോന്നും. പക്ഷേ ഇപ്പം ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ മാർക്കറ്റിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മളുടെ ക്യാപിറ്റൽ വെറുതെ വാഷ് ഔട്ട് ആവത്തേ ഉള്ളൂ. സോ അത് എപ്പോഴും ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ഉള്ള ഒരു ട്രേഡിൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കുക. ആ ഒരു ട്രേഡിൽ എൻട്രി എടുത്തതിന് ശേഷം നിങ്ങൾ പ്രോപ്പർലി സെറ്റപ്പ് അല്ലെങ്കിൽ പ്രോപ്പർലി നമ്മുടെ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മേജറായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ക്യാപിറ്റലിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2 lakhs ക്യാപിറ്റലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ പോവാതിരിക്കുക. ഒരു 1.99 1.90 ആകുമ്പോഴത്തേക്കും പിന്നെ ഒന്ന് സെറ്റ് ബാക്ക് ചെയ്തുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. കാരണം ആ ഒരു ക്യാപിറ്റലിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒരു 10,000 രൂപ കളയുന്നതിലല്ല, നമ്മളുടെ ഹാർഡ് ആൻഡ് മണിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ഒരേ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്യുക. മാർക്കറ്റ് താഴത്തോട്ട് വരും പിന്നെ മേളിലേക്ക് കയറുമെന്ന് വിചാരിച്ചിരിക്കരുത്. ചിലപ്പം പോസിബിളി കയറിയേക്കാം. ഇന്നലെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ജസ്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് താഴത്തോട്ട് വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്നൊരു കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ആയിരുന്നു. ഓക്കെ, എനിവേയ്സ് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. നല്ലതെന്ന് പറയാൻ പറ്റില്ല, റിജക്ഷനാണ് മേളിൽ നിന്ന് കാണിച്ചല്ലേ. ഫൈൻ. നമ്മളുടെ ഒരു എൻട്രി പോയിൻറ്റിൽ തന്നെ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് നമ്മളുടെ സംസാരിച്ച് വന്നപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ റൈറ്റ് സംസാരിച്ചുകൊണ്ടിരുന്ന വഴിക്ക് ടാർഗറ്റ് ഓക്കെ മാർക്കറ്റിൽ റിജക്ഷൻ റൈറ്റ് ഞാനിവിടുന്ന് നമ്മളുടെ ഒരു മാർക്കറ്റ് ഓർഡറിൽ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ടാർഗറ്റ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ടാർഗറ്റ് ഹിറ്റായി. ഓക്കെ എനിവേയ്സ് കുഴപ്പമില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു പോയിൻറ്റിൻ്റെ മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. ഇനി അവിടുന്ന് ഒരു റിജക്ഷൻ കാണിച്ച് മാർക്കറ്റ് അവിടുന്ന് ഒരു റിവേഴ്സൽ കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. കണ്ട കറക്റ്റ് ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം റിജക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ട്രേഡ് എടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മളുടെ ട്രേഡ്, നമ്മുടെ ഓർഡർ ബുക്ക്. ജസ്റ്റ് ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ആദ്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഒരു ട്രേഡ് എനിക്ക് മിസ് ഔട്ട് ആയതും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ രാവിലെ തൊട്ടേ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഉണ്ടായിട്ട് മാർക്കറ്റ് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ഈ ഒരു ഡബിൾ ബോട്ടത്തിൻ്റെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഞാൻ അവിടെ ട്രേഡ് എടുത്തില്ല, ഞാൻ മാർക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഡൗൺ ഡിപ്പ് തന്നാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കാം. അപ്പോൾ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ആവും. പക്ഷേ അവിടുന്ന് കണ്ടിന്യൂസ് മാർക്കറ്റ് മേളിലേക്ക് പോകുമായിരുന്നു. നമുക്ക് ട്രേഡിൽ എൻട്രിയെ കിട്ടിയില്ല. സോ വെയിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു ഡിപ്പ് എടുത്തത് ഈ ഒരു പോർഷനിലായിരുന്നു. ഇവിടെ ഒരു മാർക്കറ്റ് ഡിപ്പ് എടുത്തതിന് ശേഷം കണ്ടിന്യൂസ് മേളിലേക്ക് വരുന്നു. ഇവിടെ ഒരു ഡിപ്പ് എടുക്കുന്നു. ഡിപ്പ് എടുത്തതിന് ശേഷം ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി ചെയ്തു. ജസ്റ്റ് ആ ഒരു താഴത്തേക്ക് ഒരു റിട്രേസ്മെൻറ്റിന് ശേഷമാണ് എൻട്രി ചെയ്തത്. അപ്പോൾ ഒരു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തു. ജസ്റ്റ് ഒരു ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഓർഡർ ബുക്ക്. ഓവറോൾ ഒരു 3000 അടുപ്പിച്ച് പ്രോഫിറ്റ് നിന്ന് ബുക്ക് ചെയ്യുന്നുണ്ട്.